രണ്ട് നിലപാടുകൾ. ഒന്ന് ഈ പറയുന്ന KTDFCയിലേക്കുള്ള സ്ഥലമാറ്റം, അതിനുശേഷം ഭരണപരിഷ്കാര പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ഇന്നലെ ഇറങ്ങിയ ഉത്തരവ്. ഈ രണ്ട് ഉത്തരവുകൾക്കും കാറ്റിൽ നിന്ന് തിരിച്ചടി ഉണ്ടാവുകയാണ്. ബി അശോകും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ബി അശോകിന് അനുകൂലമായി കലാശിക്കുന്നു. ബി അശോകും സർക്കാരും തമ്മിൽ എന്ന് പറഞ്ഞേക്കാൾ കൂടുതലായിട്ട് ബി അശോകും ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ജയതിലകുമായിട്ടുള്ള ഒരു സംഘർഷമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ജയതിലക് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ അയാൾക്ക് താല്പര്യമില്ലാത്ത എല്ലാവരെയും ഹിംസിക്കുന്ന സ്വഭാവക്കാരൻ. അയാൾ പ്രതികാരദാഹിയായ ഒരു സിവിൽ സർവൻ്റാണ്. സത്യത്തിൽ സിവിൽ സർവീസിൽ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഒരു കാരണവശാലും ഇരുത്താൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ഈ മനുഷ്യനാണ് ഈ സകലവിധ അഭ്യാസങ്ങളും ചെയ്ത് സർക്കാരിന്റെ കൃഷി വകുപ്പിന്റെ തന്നെ പ്രതിച്ഛായയ്ക്ക് കളങ്കമുണ്ടാക്കും. അദ്ദേഹം നേരത്തെ പുറപ്പെടുവിച്ച ഉത്തരവുകളൊക്കെ ഇതിന് ഉപോത്ബലകമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ഈ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഓണത്തിന് അടക്കുന്ന ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് ഇദ്ദേഹം ആദ്യത്തെ മഹത്തായ ഉത്തരവ് പാസാക്കി. അദ്ദേഹത്തിന്റെ ഉത്തരവ് വാട്സപ്പ് വഴിയാണ് പ്രകാശിതമായത് എന്ന് മാത്രമല്ല, ബി അശോകിന്റെ റിലീവറായിട്ടുള്ള ടിങ്കു ബിസ്വാൾ ഇതേക്കുറിച്ച് നേരത്തെ അറിയുകയും ഈ അശോക് ഊണ് കഴിക്കാൻ പോയ സമയത്ത് ആ കസേരയിൽ കയറി ഇരിക്കുകയും ചെയ്തു എന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ നിർലജ്ജമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ഏറ്റവും മുതിർന്ന IAS ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ജയതിലക് എന്ന് പറഞ്ഞ ആൾക്ക് പിന്നെ നാണമോ മാനമോ ഉളുപ്പോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എത്ര തിരിച്ചടികൾ കിട്ടിയാലും പുള്ളി അതൊക്കെ പുഞ്ചിരിയോടുകൂടി ഏറ്റുവാങ്ങും. കാരണം അദ്ദേഹം ഇങ്ങനെ ഉള്ള നീച പ്രവർത്തികൾക്ക് ചെയ്യുന്നതിലും അതിൽ ആഹ്ലാദം കണ്ടെത്തുന്നതിലും താല്പര്യമുള്ള ആളാണ്. ഈ തിരിച്ചടിയും പുള്ളി വകവയ്ക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചീഞ്ഞു നാറേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ചോദിക്കാൻ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ അങ്ങ് പറയുന്നത് പോലെ അപ്പം ചുട്ടെടുക്കുന്നത് പോലെ ഉത്തരവിറക്കാൻ, അതും ഒരു ഉദ്യോഗസ്ഥനെ ചുറ്റിപ്പറ്റി മാത്രം. ഇപ്പൊ കൃഷി വകുപ്പിൽ നിന്ന് അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഉത്തരവ് കൃഷി വകുപ്പ് അറിയാതെ നടപ്പിലാക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അതിനുശേഷം അത് കാറ്റിലേക്ക് പോകുന്നതിനിടയിൽ തന്നെ ഇന്നലെ ഇങ്ങനെ ഒരു ഉത്തരവ് കൂടി വരാൻ ജയതിലകിന് മാത്രമായി സാധിക്കില്ലല്ലോ. ഇതിനൊരു അനുമതി കൂടി കിട്ടണ്ടേ? അല്ല, അനുമതി അദ്ദേഹം ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഇയാളെ ഒഴിവാക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ടോ ചെയ്തായിരിക്കും. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിയോ ഇത്രയും ബുദ്ധിശൂന്യമായ ഒരു നടപടിക്ക് അനുവാദം കൊടുക്കുന്ന കൊണ്ട് അങ്ങനെ അത്രയും അറിവില്ലാത്തവരാണോ നമ്മുടെ രാജ്യം ഭരിക്കുന്ന മന്ത്രിമാരും മൊത്തമൊക്കെ? ഏതായാലും ജയതിലകിന്റെ ഒരു അജണ്ടയായിരുന്നു ഇദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളത്. മാത്രമല്ല, ഈ ബി അശോകിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് വലിയൊരു പരാധീനതയുണ്ട്. അദ്ദേഹം സത്യസന്ധനും നിർഭയനുമായ ഒരു ഉദ്യോഗസ്ഥനാണെന്നുള്ള രീതിയിൽ സെക്രട്ടേറിയറ്റിലും പൊതുവെ സംസ്ഥാനത്തെമ്പാടും അദ്ദേഹത്തിന് ഒരു സ്വീകാര്യതയുണ്ട്. അദ്ദേഹം നേരത്തെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇരുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടാണ്. അതിനു മുമ്പ് ഉമ്മൻചാണ്ടിയുടെ സമയത്ത് അദ്ദേഹം വെറ്ററിനറി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നപ്പോഴും ഇപ്പോൾ തന്നെ നമ്മുടെ കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ ചുമതല വഹിക്കുമ്പോഴും ഒക്കെ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളാണ്. അദ്ദേഹം ഒരു തീരുമാനം എടുത്താൽ തീരുമാനം നടപ്പാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം SFIക്കാർ തിരുവനന്തപുരം നഗരത്തിൽ നടത്തിയ ചില സമര കോപ്രായങ്ങൾ നിങ്ങൾ കണ്ടുകാണെന്ന് ഞാൻ വിചാരിക്കും. അവരെത്ര വാശിയോടിട്ടാണ് വീറോട്ടാണ്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇദ്ദേഹം വരുന്ന തീവണ്ടി കാത്തു നിന്ന് അദ്ദേഹം വന്നപ്പോൾ വമ്പിച്ച വരവേൽപ്പ് കൊടുത്തിൽ എന്തൊക്കെ മുദ്രാവാക്യങ്ങളാണ് വിളിച്ചത്. ബി അശോകെ തെമ്മാടി, രാജിവെക്കൂ, പുറത്തു പോകൂ. എന്താ പേര് വിചാരിച്ചിട്ടുള്ളത്? UPSC പരീക്ഷ പാസ്സായി വരുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ ഇവന്മാർ ഈ 7 കൂലികൾ മുദ്രാവാക്യം വിളിച്ച രാജിവെച്ച് പുറത്തു പോകുന്നതാണ്. ആരാണ് ഇവർക്ക് ഈ മുദ്രാവാക്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? എനിക്കറിയില്ല. ഇതിപ്പോ ഈ ആദ്യം കഴിഞ്ഞ ജനുവരിയിൽ ഒരു സ്ഥലമാറ്റം ഉണ്ടാകുന്നു, പിന്നീട് ഇപ്പോൾ ഈ KTDFCയിലേക്കുള്ള സ്ഥലമാറ്റം ഉണ്ടാകുന്നു, ഇന്നലെ പെട്ടെന്ന് ഇറക്കിയ ഒരു ഉത്തരവുണ്ടാകുന്നു. ഈ യുദ്ധം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമോ? ഇതിപ്പോ വിട്ടുകൊടുക്കാൻ എന്തായാലും ബി അശോകും തയ്യാറാകില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ അവരുടെ വ്യക്തിപരമായ പ്രതിച്ഛായ കൂടി മോശമാവുന്ന കാര്യം ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മന്ത്രി B പ്രസാദ് എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ കൃഷി മന്ത്രി. അദ്ദേഹം വളരെ ശുദ്ധഗതിക്കാരനായ ഒരു മനുഷ്യനാണ്. പുള്ളി അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു അതിക്രമം ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നില്ല. ഏതായാലും ഇതൊക്കെ വളരെ ലജ്ജാകരമാണ്, അപമാനകരമാണ്. ഇത് ചീഫ് സെക്രട്ടറിക്ക് പോകാനൊന്നുമില്ല. അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. പിണറായി വിജയൻ അപ്പോഴും അധികാരത്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സെക്രട്ടേറിയറ്റിൽ തന്നെ എന്തെങ്കിലും നല്ലൊരു കസേര വീട്ടിൽ തരി കൊണ്ട് പണിയിച്ച് ഇപ്പൊ കിട്ടുന്ന ശമ്പളത്തെക്കാൾ അല്പം കൂടിയ ശമ്പളത്തിൽ അദ്ദേഹത്തെ നിയമിക്കും. പക്ഷേ ഈ മന്ത്രിമാരും മറ്റ് പൊതുപ്രവർത്തകരൊക്കെ ഇനി ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടവരാണ് എന്ന കാര്യം അവർ ഓർക്കുന്ന അവർക്ക് നല്ലത്.